വൈറൽ വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബർക്ക് അഭിനന്ദന പ്രവാഹം. പൂരം എഴുന്നള്ളിപ്പിനിടെ ആനപ്പാപ്പാൻ നോമ്പു തുറക്കുന്ന മതസൗഹാർദ്ദ കാഴ്ച ഫോണിൽ പകർത്തിയ ശ്രീജിത്ത് മുല്ലശ്ശേരിയാണ് നാടിന്റെ താരമായത്. വെങ്കിടങ്ങ് പാടൂർ പുതുകാവ് ക്ഷേത്ര ഉത്സവത്തിനിടെ എഴുന്നള്ളിച്ച അക്കരമേൽ ശേഖരൻ എന്ന ആനയുടെ ഉടമയും ഒന്നാം പാപ്പാനുമായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി സൈനുദ്ദീനാണ് ആനയുടെ അരികിലിരുന്ന് നോമ്പു തുറന്നത്. ഈ കാഴ്ച കേരളം മുഴുവനും കാണാൻ കാരണം ശ്രീജിത്ത് മുല്ലശ്ശേരി എടുത്ത വീഡിയോ ആയിരുന്നു. ഏറെ ചർച്ചയായ ഈ വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ആനയെയും ഭക്ഷണം എത്തിച്ച ആളെയും കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും വീഡിയോ വൈറലാകാൻ കാരണക്കാരനായത് വെളിവില്ലാത്തവൻ എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്ന ശ്രീജിത്താണ്. വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് ശ്രീജിത്ത്. ആദ്യം തന്നെ ഒരു പരിശുദ്ധ റംസാൻ മാസം ഇത്രയൊരു സംഭവം, എൻ്റെ ഒരു വീഡിയോ ഇത്രയും വൈറലാവാനായിട്ടുള്ള കാരണം നമ്മുടെ നാട്ടിലത്തെ മതസൗഹാർദ്ദം തന്നെയാണ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഒരു ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റാഗ്രാമിൽ വെളിയില്ലാത്തതെന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. അന്നവിടെ സംഭവിച്ചത് നമ്മുടെ പുതുക്കാവ് പൂരത്തിൻ്റെ ഇടയിൽ 6 മണിയോട് കൂടിയിട്ടുണ്ടായി നിൽക്കുന്ന സമയത്ത് ആനകളൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് ഒരു പാപ്പാനിരുന്ന് ചായ കുടിക്കുന്ന സംഭവം എൻ്റെ ഒരു സുഹൃത്ത്, അതായത് അവിടുത്തെ ഗ്രാമിക നഗർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയിലത്തെ ആകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് എനിക്ക് ആ ഒരു വിഷയിൽ ചൂണ്ടിക്കാണിച്ചു തന്നത്. ആ സമയത്ത് എന്തോ എനിക്കത് എടുക്കാൻ തോന്നി. ഞാനിത് ഇത്രയും വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എടുത്തൊരു വീഡിയോ അല്ല. സകല എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഞാൻ എൻ്റെ വാട്ടർമാർക്ക് വെക്കാറുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ അത് ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഞാനത് അങ്ങനെ വിചാരിച്ചിട്ടും കൂടി ഇല്ല അങ്ങനെ വൈറലായി പോകുമെന്നുള്ളതൊന്നും. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ നടക്കണം ഇവിടെ. ഒരു കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കുത്തിത്തിരുക്കുന്നു, അങ്ങനൊന്നും നമ്മുടെ സത്യത്തിലുള്ള നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റംസാൻ മാസത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചതും അത് ജനങ്ങളത് ഏറ്റെടുത്തതും മീഡിയ അത് കൊട്ടി ആഘോഷിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ചിലപ്പോൾ അതുകൊണ്ടാണ് വാട്ടർമാർക്ക് പോലും വെക്കാറ്. അതെ, ഞാൻ വാട്ടർമാർക്ക് വെച്ചില്ല ആ സമയത്ത്. കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എനിക്ക് ആ ഒരു മുഹൂർത്തത്തിൽ എനിക്ക് അത് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. നല്ലൊരു കാഴ്ച, നല്ലൊരു സാധനം. അതാണ്ട് ഞാൻ അതിന് നേരെ ഇട്ട് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഒറിജിനൽ ഫയൽ എൻ്റെ കയ്യിലുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒറിജിനൽ ഫയല്. ഇനിയിപ്പോൾ എനിക്ക് ഫയൽ കൊടുക്കണോണ്ട് കുഴപ്പമില്ല, കാണാൻ ആരും ബാക്കിയില്ല. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഇനിയും പൂത്തലയട്ടെ. നമ്മുടെ മുല്ലശ്ശേരി മാത്രമല്ല, തൃശ്ശൂർ ജില്ലയും പൂത്തലയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല പൂരക്കാല ആശംസകൾ. അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് റംസാൻ മാസം ആശംസകളും. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് ആശംസിക്കുന്നു.